ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മേക്കപ്പ് ഇല്ല, എന്നെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. പക്ഷേ ഗൈസ്, നിങ്ങൾക്ക് മറിയുള്ള വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ മറിയത്തിനെ കൊണ്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. ഒരു കയ്യിലെ മസിലുള്ളൂ. ഞാൻ മേക്കപ്പ് മറിയത്തിൻ്റെ മമ്മയ്ക്ക് ഇന്ന് വർക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളാണ് ഇവിടെ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നത്. മറിയത്തിൻ്റെ പപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ട്, പിന്നെ ഞാൻ ചിങ്കുവാണ്. ഈ വീഡിയോ നോക്കുമ്പോൾ കാണാമല്ലോ ഇവളിങ്ങനെ പാവം അടങ്ങി ഒതുങ്ങി ഒരു പാവം കൊച്ചിനെ പോലെ ഇരിക്കുന്നത്. പക്ഷേ 2 ദിവസം നമ്മളവിടെ നിന്ന് അവളെ നമ്മൾ പരിചയമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവളുടെ കുറുമ്പെല്ലാം അവൾ പുറത്തെടുക്കും. ഇത് 1 വീക്ക് മുമ്പുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. ഇവളിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതും ഭയങ്കര ക്യൂട്ട് കുറുമ്പുകളൊക്കെയാണ് കേട്ടോ കൊച്ചു കാണിക്കുന്നത്. നല്ല രസമാണ്. ബ്രൂവറിയാണോ അത്? അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പൈങ്കിളിയിലെ ബേബി ബേബി എന്നുള്ള പാട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അവൾ അടങ്ങിയിരുന്നോളും. ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടി. അതിനിടയ്ക്ക് അവൾ ഓരോ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അവൾ ഈ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെ കൊണ്ടുവരുന്ന ക്ലിനിക്ക് എത്തി. നേരത്തെ ഇതിന് തൊട്ടടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഡോക്ടറെയാണ് അവൾക്ക് കിട്ടിയത്. ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു 1/2 hour ട്രാവൽ ചെയ്തിട്ട് വേണം ഈ ക്ലിനിക്കിൽ വരാനായിട്ട്. പിന്നെ ഞങ്ങൾ മറയത്തിന് വെച്ച് ഫുൾ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ ആ ഹെയറിൽ വെച്ചിരിക്കുന്ന ആ ബോയില്ല, അതൊന്നും അങ്ങനെ എടുത്തൊന്നും കളയില്ല കേട്ടോ. അവൾക്ക് അതൊക്കെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കുള്ളൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിലും ഒരു ടൈം ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പേഷ്യൻസിനെ നമുക്ക് കറക്റ്റ് ടൈമിൽ അവരുടെ കൺസൾട്ടേഷൻ തീർന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ചെറുപ്പം പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരി കണ്ണ് തിരുമിയോന്നാ ചോദിച്ചത്. അപ്പൊ കണ്ണിനിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആണോ? ഒരു പ്രശ്നമില്ല കണ്ണിന്. കണ്ണിന് കണ്ണ് കാണിച്ചു കൊടുത്തേ, കണ്ണ് കാണിച്ചു കൊടുത്തേ. കണ്ണെവിടെ? കണ്ണ്. എന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഈ വഴിയിലൂടെ ആയിരുന്നു. പിടിച്ചു ഫോട്ടോ എടുക്ക്. കൊച്ചിന്റെ ഡ്രസ് കറക്റ്റ് കളറാ. വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും കൊച്ച് ഉറക്കമായിട്ടോ. പിന്നെ അവൾ വീട് എത്തി കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുമറയത്തിൻ്റെ മമ്മ റോസ്മി എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ് ഇനി വരാം. ഞങ്ങളിവിടെ ഒരു മോളിൽ ഷോപ്പിങ്ങിന് വന്നിക്കാണ്. സമ്മറായല്ലോ, അപ്പോൾ സമ്മറിലേക്ക് കുറച്ച് ക്ലോത്ത്സ് ഒക്കെ റോസ്മിക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിക്കാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോളുള്ളത്. ഞങ്ങൾ മറിയത്തിന് ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കുകയാണ്. ക്ലോത്ത്സ് ഒക്കെ നോക്കാനുള്ള ഷോപ്പിങ്ങിനുള്ള ട്രെയിനിങ് അല്ലേ മറിയാം? അല്ലേ? പിന്നെ എല്ലാവരെയും പോലെ ഷോപ്പിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്ലോത്ത്സ്. അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തുണി വാങ്ങണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് അതൊക്കെ കുറഞ്ഞു. ഇപ്പോൾ നമുക്ക് മടിയാണ് അതൊക്കെ നോക്കിയെടുക്കാൻ. ഞാനിപ്പോൾ കൂടുതലും ഓൺലൈൻ തന്നെയാണ് ഷോപ്പ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെയുള്ള ക്ഷമയൊന്നുമില്ല. ഗെയിമിൻ്റെ ഏരിയയിലെത്തി. അപ്പോൾ അവിടെ €1 ഒരു ഗെയിമിന്. അപ്പോൾ ഞങ്ങൾ കാർഡ് മാറ്റി ടോക്കൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഗെയിമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചോട്ടോ. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ റോഡ് റാഷ് കളിക്കില്ലേ, അതാണ് എനിക്ക് ശരിക്കും ഇതിൽ ഓർമ്മ വന്നത്. നമ്മുടെ പ്രയോറിറ്റീസൊക്കെ എത്ര മാറിയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം നമ്മൾ മുകളിലൊന്ന് പോകുമ്പോൾ ഇങ്ങനത്തെ ഗെയിം ഏരിയയിലേക്ക് പോവാറേ ഇല്ല. പക്ഷേ മറിയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അവളായി പ്രയോറിറ്റി.
അവസാനം 8 മണിയായി. മോൾ അടയ്ക്കാറായപ്പോഴാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ചോക്ലേറ്റാണ് ചൂസ് ചെയ്തത്, എല്ലാം ഇപ്പോഴത്തെയും പോലെ. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ വേറെയൊക്കെ മാറ്റി ട്രൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചോക്ലേറ്റ് തന്നെയാണ് കഴിക്കുള്ളൂ. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം. മറിയത്തിന് പിന്നെ മധുരം അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അവൾക്ക് ഞങ്ങളെയൊക്കെ പോലെ തന്നെ എരിവും പുളിയൊക്കെയാണ് കൂടുതലിഷ്ടം. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചിങ്കു പറഞ്ഞു അവൾ പോർക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അവളുടെ പോർക്ക് ബിരിയാണി അടിപൊളിയാണ്. എനിക്ക് ചിങ്കു ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം പോർക്ക് ബിരിയാണി തന്നെയാണ്. കൊച്ചു വിചാരിക്കുന്നതാ എല്ലാ പെണ്ണുങ്ങൾക്ക്. അവളോട് കാണിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഇവിടെ കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു. അപ്പോൾ ചെടി നടാനായിട്ട് പോവാണ്. ഇവിടെ ഓൾറെഡി കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സൈഡിലാണ് ഇനി ചെടി നടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ചെടികൾ നട്ടിരുന്നു. അതിൽ പൂവൊക്കെ പോയി തോന്നുന്നു. പിന്നെ ഇത് ഇവിടെ ബിൽഡിങ്ങിലുള്ളവർ തന്നെ നട്ടേക്കുന്ന ചെടിയാണ്. പിന്നെ ഇവിടെ ഓൾറെഡി ചെടി ഉണ്ട്, അപ്പുറത്തെ ചെടി ഉണ്ട്. പിന്നെ ഇവിടെ എവിടെയാണ് ചെടി നടാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇനി ഇതാണ് ഡാഫഡിൽസിൻ്റെ എന്ന് തോന്നുന്നു ഇരിക്കുന്നത്. ഇത് കുറച്ച് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ചെടി നടാൻ പറഞ്ഞത്. അത് ബെഡ്റൂമിലേക്കുള്ള ഡോറോ അവിടെ അടുത്ത് എണീക്കുമെന്ന് നമുക്ക് പറയാം. അങ്ങനെ എവിടെയും കൂടി ചെടിയായിപ്പോൾ ചിങ്കു ഇതേ റോട്ടിലിറങ്ങിയിട്ടുണ്ട്. സുഡ്രു ടാറ്റാ. അത് നല്ലൊരു വെയിലും ചൂടൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കോമൺ ഫ്രണ്ടാണ് തേജസ്. അപ്പോൾ തേജസ് മറിയത്തിന് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. അപ്പം ഞങ്ങൾ ഇതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അവളെ ഇതിലുള്ള ഇരുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചിട്ടും നിറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ ചുറ്റും ഇരുന്ന് ഞങ്ങൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അത് നല്ലൊരു ഈവനിങ് തന്നെയായിരുന്നു. മറിയത്താണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായി. അവൾ ഇതിനുള്ളിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അതിൽ കളിക്കാൻ തുടങ്ങി. ഓ ഇതെന്താ ഇതെന്താ ചുട്രു? ആ ഇതേ സ്ലേറ്റ് വന്നോ, സ്ലേറ്റ് വന്നോ, സ്ലേറ്റ്. ആ അതെ എഴുതി കൊച്ചു എഴുതി. കൊച്ചിനെ ആദ്യം തന്നെ കൊച്ചിനെ എഴുതിക്കുന്നത് ജീസസ് ആദ്യം എഴുതിക്കുന്നത്. ഗോഡ് എന്ന് എഴുതാം. ഗോഡ് ഈസ് ലവ് എന്നെടുത്ത്. ആ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതാം. ഇവിടെ പിടിച്ചോ, ഇവിടെ പിടിച്ചോ. ലേനാടി ഗോഡ് എഴുതിയേ. ഗോഡ് ഈസ് ലവ്. എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്നൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇൻസ്റ്റാ റീലിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കുട്ടീനെ അങ്ങോട്ട് വിടും, എന്നിട്ട് പപ്പയുടെ അടുത്തേക്കാണോ മമ്മിയുടെ അടുത്തേക്കാണോ ആദ്യം പോകുന്നതെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ സമയത്ത് അവർ രണ്ടുപേരും പ്രിപ്പയർഡ് അല്ലായിരുന്നു, അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അതിന് അവൾ ആരുടെ അടുത്തേക്കും പോയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു. ഞങ്ങൾ പള്ളി പോവാണ്. മറിയത്തിന് ഉടുപ്പ് കണ്ടോ? സൂപ്പർ ഉടുപ്പല്ലേ? സൂപ്പർ ഉടുപ്പാന്ന് പറ. ടാറ്റ പോവാന്ന് പറ. ടാറ്റ കൊടുക്ക്. ടാറ്റാ. കണ്ടോ? ടാറ്റ പോവാണ്. ചിങ്കു ഇപ്പൊ തന്നെ പോവാണ്. ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. എന്താ പൊട്ടൊക്കെ കുത്തിയേക്കുന്നത്? എന്തേ പൊട്ട് കുത്താൻ പാടില്ല. ഒരു ഫെയറി ആണോ ഇത്? ഫെയറി ഞങ്ങള് പള്ളിയിലേക്ക് പോവാണ് ഗൈസ്. അയ്യോ ആ പൊട്ട് മറിയത്തിനെ തുടിക്കായിരുന്നു.
പേടിയാവുന്നുണ്ടോ എന്തേ ചിത്ത അവിടെ റെഡിയായി കിടക്കുക വണ്ടിയായിട്ട്. പക്ഷേ റോസ്മി ചെരുപ്പെടുക്കാൻ മറന്നു ചോദിച്ചത്. അതുകൊണ്ട് അവിടെ പോയി വരുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നതാണ്. ഞങ്ങൾ പള്ളി എത്തി ഗൈസ്. ഇത് ഇപ്പോൾ ചുറ്റുവിനെ കാണിച്ചു കൊടുത്തേ. ഈന ബോയ്ക്ക് വെച്ച് ശുണ്ടിരി ആയില്ലേ. എവിടെയാണ് പള്ളി? ഞങ്ങളുടെ കസിൻ്റെ കല്യാണം നടന്നത്, അതായത് സുട്രുവിൻ്റെ ആങ്കിളുടെ കല്യാണം നടന്ന പള്ളി. പിറ്റേ ദിവസം ഞങ്ങൾ അൾട്ടോട്ടിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പള്ളിയിലേക്ക് പോവാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാതാവിൻ്റെ സ്റ്റാച്ചുവിന് ബ്ലാക്ക് കളറാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ജർമ്മനിയിലെ ഒരുപാട് മിറാക്കിൾസ് നടന്നേക്കുന്ന ഒരു പള്ളിയാണ്. മ്യൂണിക്കിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഞങ്ങൾ മാത്രമല്ല വേറൊരു ഫാമിലി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരവരുടെ വണ്ടിയിലാണ്. നമ്മൾ പള്ളിയിൽ വെച്ച് തന്നെ മീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പള്ളി എത്തി. അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു പ്രാഗിൽ ആ ഒരു മെയിൻ സ്ക്വയറിലെത്തിയ പോലെയൊക്കെയാണ് തോന്നിയത്. ഇത് ഇവിടെ ഓരോ മിറാക്കിൾസ് നടന്നതിൻ്റെ ഫോട്ടോസ് എല്ലാമാണ് വച്ചിരിക്കുന്നത്. ഇതൊരു ചാപ്പലിലാണ് ഈ മാതാവിൻ്റെ സ്റ്റാച്ചു ഇരിക്കുന്നത്. ചാപ്പലിൻ്റെ പുറത്താണ് ഇങ്ങനെ ഫോട്ടോസ് എല്ലാം പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ചാപ്പലിൻ്റെ അകം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര മനോഹരമാണ്. പിന്നെ നമുക്ക് ഇവിടെ ജർമ്മനിയിൽ ഈ സ്റ്റാച്യൂസ് എല്ലാം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, ഇവിടുത്തെ ഓരോ ഷോപ്സിലൊക്കെ. മറയത്തിനാണെങ്കിൽ അവിടെ വന്നിപ്പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൾക്ക് ഓടിക്കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചേട്ടായിമാരുണ്ട്. ഞങ്ങൾ പബ്സ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പബ്സും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സ്പിരിച്വലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗെദറും പോലെയും ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. മറിയോടെ പബ്സ് കഴിക്കുന്നുണ്ടോ? അവൾക്ക് ഞാൻ പറഞ്ഞ പോലെ എരിവൊക്കെയാണ് ഇഷ്ടം. ഐസ്ക്രീം എവിടെ? ഐസ്ക്രീം എവിടെ? ഇനി അടുത്തത് ഫോട്ടോഷൂട്ടായിരുന്നു. അതില്ലാതെ വേറെ പരിപാടി ഇല്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോസും അതല്ലാതെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു കേട്ടോ. മറയത്തിൻ്റെ സന്തോഷം കണ്ടോ? അവളിങ്ങനെ ഓടിപ്പോയിരുന്നു. ഞങ്ങളിങ്ങനെ ദൂരെ നിന്നൊക്കെ വിളിച്ചിട്ട് വന്നത്. അങ്ങനെ നല്ലൊരു ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവാണ്. നിങ്ങൾ ബവേറിയയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചർച്ചിലൊന്ന് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഫീലാണ് അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും അറിയാം ചേട്ടായിയുടെ തോണി കിടന്ന് ഉറങ്ങുവാണ്. ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാനായിട്ട്. ബേബി അങ്ങനെ എങ്ങനെയാ? ബേബി അടിച്ചിട്ടൊരു ഫുഡ് കഴിക്കാണോ? ഹായ്. അങ്ങനെ ഈ വ്ളോഗിലൂടെ വെച്ച് അവസാനിക്കുകയാണ്. ഒരു 1 വീക്കാണ് ഞാൻ മ്യൂണിക്കിൽ ടൈം സ്പെൻഡ് ചെയ്തത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് ചിലപ്പോൾ എനിക്ക് തന്നെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തേക്കുന്നത്. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. കനീമ നാനാ നന്നന നന്നോ നോ